അമ്പലക്കള്ളന്മാരെ മൂത്രമൊഴിപ്പിച്ചും ദിക്ക് തെറ്റിച്ചും വരുതിയിലാക്കിയ ശക്തി ഏതായിരുന്നു? നിത്യപൂജയും വിളക്കുവയ്പും മുടങ്ങിയ ക്ഷേത്രത്തിൽ 3 ആഴ്ച കൊണ്ട് 1 ലക്ഷത്തോളം വിശ്വാസികൾ എങ്ങനെ എത്തി? ദുർഗ മൃദംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് കരുതുന്ന ഒരു ക്ഷേത്രത്തിന്റെ അവിശ്വസനീയമായ കഥകൾ ഇതാ. ആ പഞ്ചലോഹ വിഗ്രഹം പലതവണയായി മോഷ്ടിച്ച 3 കൊള്ളസംഘങ്ങളും ഒടുവിൽ പോലീസിനോട് കുമ്പസരിച്ചു പോലും. ആ വിഗ്രഹം ഞങ്ങളുടെ ദിക്ക് തെറ്റിച്ചു കളഞ്ഞു, മൂത്രം മുട്ടിച്ചു, ഭാരം കൂട്ടി വല്ലാതെ പരീക്ഷിച്ചു. ഞാൻ തലശ്ശേരി എസ് പി ആയിരുന്നപ്പോഴും കണ്ണൂർ SP ആയി 2 കൊല്ലം ഉണ്ടായിരുന്നപ്പോഴും പിന്നീട് കണ്ണൂർ DIG ആയി വന്നപ്പോഴും ഈ ക്ഷേത്രത്തിലെ ഒരുപാട് അത്ഭുതങ്ങളെ പറ്റി ഞാൻ കേട്ടിരുന്നു. 1 കോടിയോളം രൂപ വിലമതിക്കുന്ന വിഗ്രഹം 3 തവണയും കള്ളന്മാർ തിരിച്ചു നൽകി പരാജയം സമ്മതിച്ചു. ഇത് അമ്പലക്കള്ളന്മാരെ മുട്ടുകുത്തിച്ച ഒരു ദുർഗയുടെ കഥയാണ്. സാധാരണ വിഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ പ്രകാശം പ്രതിഫലിക്കുന്നതായി കാണില്ല. പക്ഷെ ഈ ദേവതയുടെ വിഗ്രഹം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് എന്തോ ഒരു അലോയ് എന്തോ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഗ്രഹത്തിൽ നോക്കുമ്പോൾ പ്രകാശം പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. ലൈറ്റ് എമാനേറ്റ്സ് ഫ്രം ദി ദേവി. അത് ആ ദേവതയുടെ ശക്തി കാരണമാണ് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. പഞ്ചലോഹത്തിൽ തീർത്ത വിഗ്രഹമാണ്. പഞ്ചലോഹത്തിൽ തന്നെ വളരെ അതിന്റെ ആർട്ട് വാല്യൂ എന്ന് പറയുന്നത് തന്നെ വളരെയധികം വിലമതിക്കാൻ പറ്റാത്തതാണ്. അതിർത്തി കടന്നുപോയാൽ ഒരു പക്ഷേ ഇത് തിരിച്ചു കിട്ടിക്കൊള്ളുന്നില്ലായിരുന്നു. 2 പ്രാവശ്യവും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കർണാടകയുടെ അതിർത്തിയിൽ വെച്ചിട്ടാണ് ഉപേക്ഷിക്കപ്പെട്ടത്. മൃദംഗരൂപത്തിൽ വാഗ്ദേവതയായും യുദ്ധദേവതയായും പ്രത്യക്ഷപ്പെട്ട ഭഗവതി. ഉപാസകർക്ക് ശക്തിയും സൌഭാഗ്യങ്ങളും അനുഗ്രഹവും കോരിച്ചൊരിയുന്ന ഈ ദുർഗയ്ക്ക് എന്തിനാണ് പാറാവ്? 42 തരം പൂജകൾ ചെയ്ത് 7 ദിവസത്തെ തുടർച്ചയായ കർമ്മങ്ങളിലൂടെയാണത്രേ ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ഒരു കൊള്ളസംഘത്തിനും കഴിയില്ല ഈ ചൈതന്യത്തെ അപഹരിച്ച് അധിക ദൂരം പോകാൻ. ഒരാൾക്ക് കള്ളന്മാർക്ക് പോലും ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കാത്തത് നിശ്ചയമായിട്ട് ദേവിയുടെ ചൈതന്യം ഈ പ്രതിഷ്ഠയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ശ്രമിച്ചവരൊക്കെ മുട്ടുകുത്തിയിട്ടുണ്ട്. 1 അല്ല 3 തവണയാണ് ശൈലേശ്വരി വിഗ്രഹം അപഹരിക്കപ്പെട്ടത്. പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹം കള്ളന്മാർ നോട്ടമിടുമെന്ന് ഉറപ്പുള്ളതിനാൽ പാറാവ് ഏർപ്പെടുത്തണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ക്ഷേത്രഭാരവാഹികൾ അതനുസരിച്ചില്ല. ഒരിക്കൽ ഭക്തർ ആ നടക്കുന്ന വാർത്ത കേട്ടു. മൃദംഗ ശൈലേശ്വരി വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടു. ദേവി വേണ്ട വിധത്തിൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തെ പരിപാലിക്കാത്തത് കൊണ്ടാവാം ഞങ്ങൾ ഒരു കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദേവി ഒരു പക്ഷേ അതിനെങ്കിലും അനുവാദം കൊടുത്തിട്ടുണ്ടാവായിരിക്കാം. അതുകൊണ്ടായിരിക്കും കള്ളന്മാർക്ക് അത്രയെങ്കിലും കൊണ്ടുപോകാൻ സാധിച്ചത്. എന്നാൽ ക്ഷേത്രത്തിന്റെ 300 മീറ്റർ അകലെ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വിഗ്രഹം കണ്ടുകിട്ടി. അത് അശുദ്ധമായിരുന്നു. മലവും മൂത്രവും പുരണ്ടിരുന്നു. ശുദ്ധി വരുത്തി വിഗ്രഹം വീണ്ടും പ്രതിഷ്ഠിച്ചു. കാലങ്ങൾക്ക് ശേഷം പിന്നെയും ഭക്തർ നടുങ്ങി. ഈ വിഗ്രഹം ഇവിടെ നിന്ന് പൂജ മുടങ്ങി കിടക്കുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പുറകുവശത്ത് ഒരു 300 മീറ്റർ അകലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കണ്ടത്. ഈ പുറത്തെ വാതിലൊക്കെ തുറന്നു കിടന്നത് കണ്ടിട്ട് അന്വേഷിച്ച സമയത്ത് ഈ വളപ്പിനകത്ത് ആരോ അത് കണ്ടെത്തി. അവിടെ വിഗ്രഹം വീണ്ടും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭക്തർ 24 മണിക്കൂറും പ്രാർത്ഥനയും ജപവുമായി കഴിഞ്ഞു. 42-ാം ദിവസം ആ വാർത്ത കേട്ടു. പാലക്കാടിന് സമീപം റോഡിനരികിൽ കോടികൾ വിലയുള്ള വിഗ്രഹം കാണപ്പെട്ടു. ഇവിടുത്തെ ഭക്തജനങ്ങള് ഇനി ഈ വിഗ്രഹം തിരിച്ച് ഇവിടെ കിട്ടുന്നത് വരെ ഇവിടെ അഖണ്ഡനാമയജ്ഞം നടത്തുമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറും ഒരു ഇടതടവില്ലാതെ
അമ്മേ നാരായണ ദേവി നാരായണ എന്നുള്ള ആ അഖണ്ഡനാമം ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 42 ദിവസത്തോളം അത് തുടർന്നു. വിഗ്രഹത്തെ പറ്റി ഒരു വിവരവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലക്കാട് റോഡ് സൈഡിൽ വെച്ചിട്ട് ഒരു വിഗ്രഹം, ദേവി വിഗ്രഹം കണ്ടുകിട്ടിയിട്ടുണ്ടെന്നും അത് പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നും ചെറിയൊരു ന്യൂസ് പത്രത്തിൽ വന്നതും അതനുസരിച്ച് ഞാനും അതേപോലെ ഈ കമ്മിറ്റിയിലുള്ള മറ്റൊരാളും കൂടി രാത്രി തന്നെ ഇവിടുന്ന് പോവുകയും രാവിലെ നേരം വെളുത്ത സമയത്ത് പാലക്കാട് എത്തിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ അവർ ആരാധിച്ചുകൊണ്ട് വിളക്കൊക്കെ വെച്ച് ആരാധിച്ചുകൊണ്ട് വിഗ്രഹത്തെ കണ്ടു. വഴിയരികിൽ കിടന്ന വിഗ്രഹത്തിൽ മോഷ്ടാക്കളുടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ഈ വിഗ്രഹം കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്. പാലക്കാട് അതുപോലെ തന്നെ ഉണ്ടായത്. ഈ വിഗ്രഹത്തിൽ അവർ കുറിപ്പ് എഴുതി വെക്കിയത് ഇന്ന ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്. ക്ഷേത്രം ഭാരവാഹികൾ നിയമ നടപടികൾക്ക് ശേഷം വിഗ്രഹം കോടതിയിൽ നിന്നും വീണ്ടെടുത്ത് യഥാവിധി പിന്നെയും പ്രതിഷ്ഠിച്ചു. കോടികളിൽ കണ്ണുവയ്ക്കുന്ന മോഷ്ടാക്കൾക്കുണ്ടോ ദേവീ ചൈതന്യത്തിൽ വിശ്വാസം? വിഗ്രഹം വർഷങ്ങൾക്ക് ശേഷം പിന്നെയും മോഷണം പോയി. ഇടക്കാലത്ത് വീണ്ടും പൂജ മുടങ്ങി. ആ സമയത്ത് വീണ്ടും ഈ വിഗ്രഹം മോഷണം പോവുകയും അത് പുൽപ്പള്ളിയിൽ ഉള്ള ഒരു സ്ഥലത്ത് കർണാടക അതിർത്തിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മോഷ്ടാക്കൾ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു അത്രേ ഇതൊന്ന് തിരിച്ചെടുക്കാൻ. വർഷങ്ങൾക്ക് ശേഷം പിടിയിലായ 3 മോഷണ സംഘവും ആ അനുഭവങ്ങൾ പോലീസിനോട് പറഞ്ഞു. പക്ഷെ ഈ 3 പ്രാവശ്യത്തെ ആൾക്കാരെയും പിന്നീട് മറ്റു പല കാരണത്താൽ പോലീസ് പിടിച്ചപ്പോൾ ഈ വിഗ്രഹമോഷണം അവരുടെ മുന്നിലെത്തുകയും ഈ 3 വിഗ്രഹ മോഷണം നടത്തിയപ്പോഴും ഉണ്ടായ അനുഭവങ്ങൾ 3 വിഭാഗം നടത്തിയെങ്കിലും 3 പേർക്ക് ഒരേ അനുഭവമായിരുന്നു ഉണ്ടായിരുന്നാണ് പോലീസ് ഇൻസ്പെക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ വിഗ്രഹം കയ്യിൽ വന്നാൽ പിന്നെ ദിക്കുകൾ തെറ്റും, വഴിയറിയാതെ കുഴഞ്ഞുപോകും. അവർ ഒന്നുകൂടി പറഞ്ഞത്രേ, അറിയാതെ മലവും മൂത്രവും വിസർജിക്കും. വിഗ്രഹം തിരിച്ചു കിട്ടിയ 3 പ്രാവശ്യവും അതിൽ വിസർജ്യങ്ങൾ പുരണ്ടിരുന്നു. കള്ളന്മാര് തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ വിഗ്രഹം എടുത്തു കൊണ്ടുപോയവർക്ക് വീണ്ടും അതിനെ പൊക്കാൻ പറ്റുന്നില്ല, അത്രയധികം വെയിറ്റ് കൂടിയൊന്ന്. രണ്ടവർക്ക് സ്ഥലകാല തെക്ക് കിഴക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേപോലെ മലമൂത്ര വിസർജനങ്ങളൊക്കെ വന്ന സമയത്ത് അവിടെ ഉപേക്ഷിച്ചിട്ട് അവര് വിളിച്ചു പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇന്ന ക്ഷേത്രത്തിലെ വിഗ്രഹം കൊണ്ടുപോയിട്ടില്ല, അത് ഇന്ന സ്ഥലത്തുണ്ട്. പ്രതിഷ്ഠാവേളയിൽ നടത്തുന്ന പൂജകളുടെ ശക്തിയാലാണത്രേ ശൈലേശ്വരി വിഗ്രഹം ഊർജപ്രവാഹത്തിന്റെ ഉറവിടമായി മാറുന്നത്. പെരുങ്കള്ളന്മാർ പോലും മുട്ടുകുത്തും. ഞാൻ ആ പൂജാരിയോട് ചോദിച്ചു, എന്താണ് ഈ പ്രതിഷ്ഠയ്ക്ക് 7 ദിവസം എടുക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, 7 ദിവസം പബ്ലിക്കായ പൂജകളാണ്, ഞങ്ങളുടെ റിയൽ ഇൻസ്റ്റലേഷൻ 42 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, സാധാരണ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്ന പോലെ അല്ല ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. 42 ലക്ഷം മന്ത്രങ്ങളാണ് അവിടെ ചെയ്യുന്നത് അത് പ്രതിഷ്ഠിക്കാനായി. അതിന് 9 പൂജകൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ ഈ മന്ത്രങ്ങളുടെ ശക്തി ആ വിഗ്രഹത്തെ ഇളക്കിക്കൊണ്ട് പോകുന്ന ഒരു കള്ളനെതിരെ ആ മന്ത്രങ്ങളുടെ ശക്തി ആ സമയത്ത് വരും. അതുകൊണ്ട് അവന് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് ആ പൂജാരി എന്നോട് പറയുകയുണ്ടായി. നല്ല പൂജ, നമ്മൾ ഭക്തിയിട്ട് പൂജ ചെയ്താൽ നല്ല ശക്തി വരുമ്പോൾ നമ്മളെ വിശ്വാസമുണ്ട്. കഥകളിക്കും കളരി പരമ്പരയ്ക്കും മാത്രമല്ല, കേരള ചരിത്രം കണ്ട പോരാളികൾക്കും അഭയവും പോറ്റില്ലവുമായ നാദദേവത വാഴുന്നിടം മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ മുഴക്കുന്നിൽ പുരളിമലയുടെ താഴ്വാരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് മലയോര പ്രദേശമാണ്. പുരളിമല എന്ന് പറയുന്നൊരു മല, പ്രസിദ്ധമായ മലയുണ്ട്. അതിന്റെ താഴ്വാരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. സംഗീതത്തിന്റെ ദേവീനാദം മുഴക്കിയ കുന്ന് മുഴക്കുന്നായി മാറിയത്രേ.
രാമനാട്ടത്തെ കഥകളിയാക്കി മാറ്റിയ കോട്ടയത്ത് തമ്പുരാന് സ്ത്രീവേഷം ചിട്ടപ്പെടുത്താൻ മാതൃക കാട്ടിക്കൊടുത്തു അത്രേ ഈ ഭഗവതി. മൃദംഗത്തിന്റെ ശബ്ദത്തിലെ ധ്വനികളാൽ എന്നും മുഖരിതമായിരുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് മൃദംഗശൈലം മിഴാവ് കുന്ന് ലോപിച്ച് മുഴക്കുന്നായി. കോട്ടയം തമ്പുരാൻ കഥകളി ഇവിടെ രചിച്ച് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം കഥകളി ചിട്ടപ്പെടുത്താൻ, അത് വേഷവിധാനങ്ങൾ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം ഇവിടെ ആലോചിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു തരത്തിലും അദ്ദേഹത്തിന് ഈ സ്ത്രീവേഷം എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്ന് തോന്നായിക അദ്ദേഹം ഇവിടെ ധ്യാനനിരതനാവുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിലെ ധ്യാന ശ്ലോകം കഥകളിയിലെ വന്ദന ശ്ലോകമായി മാറിയത് കഥകളിയുടെ ഉത്ഭവം ഇവിടുത്തെ കൂത്തമ്പലത്തിൽ നിന്നാണ് എന്നതിന്റെ തെളിവാണത്രേ. കോട്ടയം തമ്പുരാൻ കഥകളിയിലെ സ്ത്രീവേഷം ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നറിയാതെ ധ്യാനനിരതനായി പോലും. ആ വേഷം ദേവി കാട്ടിക്കൊടുത്തു അത്രേ. അദ്ദേഹം ഈ കുളക്കടവിൽ കുളിക്കാൻ പോയ സമയത്ത് ദേവി ഇന്ന് കാണുന്ന കഥകളിയിലെ സ്ത്രീവേഷം അതിന്റെ പകുതി ഭാഗം ഈ ക്ഷേത്രകുളത്തിൽ പൊങ്ങി കാണിച്ചു കൊടുത്തു. കഥകളിയുടെ ഉത്ഭവം ഇവിടെ ആയതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ധ്യാന ശ്ലോകം, അതായത് മാതംഗാനനം അബ്ജവാസരമണിയും എന്ന് പറയുന്ന തുടങ്ങുന്ന ധ്യാന ശ്ലോകം ഇന്ന് കഥകളിയിലെ വന്ദന ശ്ലോകമാണ്.